രാത്രിയായി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ആ ടൈമിൽ ഞങ്ങൾ പോകാൻ തോന്നാതെ അവിടെ തന്നെ ഇരിക്കണം. നമ്മൾ പോകാമെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെ തന്നെ കുറച്ച് നേരം കൂടി ഇരിക്കാൻ തോന്നി. എനിക്ക് ഈവനിങ് ഒരു 3 മണി 4 മണിക്കൊക്കെ വരുന്നതിലും ഇഷ്ടം എനിക്കിങ്ങനെ ഒരു 6 മണി കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് വരുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാം, നമുക്ക് ആ സമയത്ത് തിരക്കം ഉണ്ടാവില്ല, കുറേ നേരം ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ന്യൂന് ബബിൾസൊക്കെ കണ്ടപ്പോൾ അപ്പം തന്നെ വേണം. അവിടെ അടുത്ത കടയിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു. കാരണം പുള്ളി അത് കൈമലൊക്കെ ആക്കും, അത് പിന്നെ തീർത്തിട്ടേ വീട്ടിലേക്ക് പിന്നെ പോവുള്ളൂ. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് കുറേ ചോദിച്ചു, മമ്മ എനിക്കത് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞ്, പക്ഷെ ഞാനത് വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു. അതിന് പകരം ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. ഞാൻ അങ്ങനെ 3 ഐസ്ക്രീം വാങ്ങിച്ചായിരുന്നു. എനിക്കതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനാണ് പോയി വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് 3 ഐസ്ക്രീമും ഫോണൊക്കെ ഇവിടെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ രാത്രി ആയിരുന്നല്ലോ, അത് കാരണം ഞങ്ങളത് കഴിച്ച് ഇവനെ കൈ കഴുകാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് മാമി. അവൾ കയ്യുമ്മേലും മേത്തൊക്കെ ആക്കിയിട്ടുണ്ട്, കൈ കഴുകാൻ വേണ്ടി കൊണ്ടുപോകണേന്. നമ്മൾ പോകുന്ന ടൈമിൽ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഒരുപാട് കാറുകളും കിടപ്പുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള ആൾക്കാരൊന്നും ഞാൻ അവിടെ കണ്ടില്ലായിരുന്നു. ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബീച്ചിൽ നിന്ന് ഇറങ്ങിയത്. അതുവരെ അവിടെ ഉണ്ടായിരുന്നു. വരുന്ന വഴി ന്യൂന് ബിരിയാണി തിന്നണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പറവൂരുള്ള നഫാത്തിൽ കയറി അവിടുന്ന് ബിരിയാണി വാങ്ങിച്ചു. പിന്നെ മാമി ചപ്പാത്തി വേണമായിരുന്നു. മാമി എല്ലാ ദിവസവും ഈവനിങ് ചപ്പാത്തി കഴിക്കണം. അപ്പോൾ മാമിന് ചെന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയും ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം.